ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ ടൗണിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 5 സെന്റിൽ 3 ബെഡ്റൂമോടുകൂടി വരുന്ന, അതായത് താഴെ 2 ബെഡ്റൂമും മുകളിൽ 1 ബെഡ്റൂമോടുകൂടി വരുന്ന, കിഴക്കോട്ട് ഡയറക്ഷനോടുകൂടി വരുന്ന മനോഹരമായൊരു വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. വീട് കാണുന്ന പോലെ ഒരു ബോക്സി ടൈപ്പിലാണ് എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്റ്റൈൽ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ആലുവ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എയർപോർട്ട് ഏകദേശം 7 കിലോമീറ്ററും മെട്രോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ എന്ന് വേണ്ട എല്ലാ ഫെസിലിറ്റിയും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ആലുവ ടൗൺ എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലായി റോഡ് കാണാതെ ഇന്റർലോക്ക് കട്ട വിരിക്കാനുണ്ട്. ചുറ്റുമതിലും ഗേറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് ചെല്ലാം. നേരെ കയറി വരുന്നത് വിശാലമായൊരു മുറ്റത്തേക്കാണ്. ഇന്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. 3 വണ്ടി ഈസി ആയിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു മുറ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. അങ്ങനെ ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ വന്നെത്തി നിൽക്കുകയാണ്. ഈ ഒരു ഭാഗത്തെല്ലാം ഗാർഡൻ സെറ്റ് ചെയ്യാവുന്ന ഒരു പ്രൊവിഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ടിലെ കിഴക്കോട്ടാണ് വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ഫ്രണ്ടിൽ സിറ്റ് ഔട്ട് നമുക്ക് കാണാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ടിലെ ഡോർ ചെയ്തിട്ടുള്ളത് തേക്കിലാണ്. മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ്. 2 വലിപ്പമാർന്ന വിൻഡോ എല്ലാം ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഗ്രില്ലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോർ തുറന്ന് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി വരുന്നത് വിശാലമായൊരു ലിവിംഗ് ഹോളിലേക്കാണ്. നല്ല മനോഹരമായൊരു ഡബിൾ ഹൈറ്റോടുകൂടി വരുന്ന ലിവിംഗ് ഹോൾ തന്നെയാണ്. നല്ല 100% ഹൈ ക്വാളിറ്റിയോടുകൂടി തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നേരെ കാണുന്ന ഭാഗത്ത് TV വയ്ക്കാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. നേരെ വരുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ ലഭിക്കുന്നുണ്ട്. 2 ടേബിൾ ഇടാവുന്ന സ്പേസ് ഇവിടെ കാണാൻ കഴിയും. വലിപ്പമാർന്ന വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പെരുമാറാനുള്ള സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഒരു കോർട്ട്യാർഡ് സ്പേസിലേക്ക് വരുന്ന രീതിയിൽ ക്ലോസ്ഡ് വിൻഡോയാണ് കൊടുത്തിരിക്കുന്നത്. അത് സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന ടഫൺ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഈ വീടിൻ്റെ മെയിൻ ജലസ്രോതസ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. കിണർ ഇൻഡോറായി കിട്ടാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗത്തായി സൂര്യൻ ലഭിക്കാവുന്ന രീതിയിൽ ഗ്ലാസ് ഒക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. വർഷത്തിൽ സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. നല്ല രീതിയിലുള്ള പാർട്ടീഷൻ എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ആ ഒരു ഭാഗത്തായി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായൊരു കിച്ചൺ ഇവിടെ കാണാൻ കഴിയും. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. 100% വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെ നമുക്ക് കാണാം. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെയായി ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും വയ്ക്കാവുന്ന പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂം ഏകദേശം ഒരു 140 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വലിപ്പമാർന്ന ബെഡ്റൂം തന്നെയാണ്. 2 ഭിത്തിയിലും വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ കബോർഡ് വർക്കും കാണാം. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. അത്യാവശ്യം വലിപ്പം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ബാത്റൂമുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ബാത്റൂമിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ഭാഗത്തായാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതും ഏകദേശം 140 സ്ക്വയർ ഫീറ്റിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. 5 സെന്റിൽ വീട് വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെയും 2 ഭിത്തിയിലും വിൻഡോ കാണാം. കൂടാതെ കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. ഇനി ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് ഹോളിൽ നിർമ്മിച്ചിട്ടുള്ള വാഷ് ബേസിൻ കാണാനാണ്. ഇപ്പോൾ ബാത്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വാഷ് ബേസിൻ കാണാം.
നല്ല രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടറാണ്. ഇതിനോട് തൊട്ട് ചേർന്നെയാണ് സ്റ്റെയർ കേസിൻ്റെ ഏരിയ വരുന്നത്. നല്ലൊരു മോഡേൺ സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള സ്റ്റെയർ കേസ് കാണാം. ഇരുമ്പും വുഡുമാണ് ഇവിടെ സ്റ്റെയർ കേസിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ട്രീറ്റഡ് വുഡാണ് അതിൻ്റെ ഫ്ലോറിങ്ങിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. തേക്ക് തന്നെയാണ്. സ്റ്റെപ്പ് കയറി നമുക്ക് ഇനി നേരെ മുകളിലെ നിലയിലേക്ക് വരാം. മുകളിലെ നിലയിൽ ചെറിയൊരു ഹോള് ലഭിക്കുന്നുണ്ട്. ഇവിടെയായി ഒരു ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് അഡീഷണലായിട്ട് ഒരു ബെഡ്റൂമും എടുക്കാവുന്ന രീതിയിലുള്ള സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കും വിൻഡോ എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട്. 3 ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഈ ഭാഗത്താണ് ഇതിൻ്റെ ബാത്റൂം വരുന്നത്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ ആലുവ ടൗണിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന 5 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 77 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.